ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് ചെയ്തെടുക്കുന്നത്. കേക്കിലേക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാനായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചൊന്ന് ഞാനൊരു പിസ്ത ഗ്രീൻ പോലൊരു ഷെയ്ഡാണ് കേട്ടോ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നിയോൺ ഗ്രീനും അതുപോലെ ലീഫ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിലേക്ക് കിട്ടും. കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് ഷാർപ്പ് എഡ്ജും കാര്യങ്ങളൊന്നും ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ആ ഒരു ടൈപ്പ് ഡിസൈനാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സൈഡിലേക്ക് ഇതുപോലെ കുറച്ച് ലൈൻസ് ഒന്ന് ചെയ്തെടുക്കാവേ. ഈ ഒരു സ്ക്രാപ്പർ ഡിസൈനൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻസാണ്. ഒത്തിരി അങ്ങ് ഫിനിഷ് ചെയ്തെടുത്തില്ലെങ്കിൽ പോലും ഇപ്പോൾ ബിഗിനേഴ്സിനായിരുന്നാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ടോപ്പിലേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു ടൈപ്പ് ഡിസൈനും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ ടിപ്പുള്ള നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റാർ ടിപ്പ് പോലെ വരുന്നൊരു നോസിലാണ്. ഇനി നമുക്ക് വൈറ്റ് ക്രീം കൊണ്ട് കേക്കിൻ്റെ ബേസിലായിട്ട് ഇതുപോലെ ചെറിയൊരു ബോർഡർ അങ്ങ് കൊടുക്കാവേ. ഇനി കേക്കിൻ്റെ ആ ഒരു ടോപ്പിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു സെയിം നോസിൽ ആ ഒരു ക്രീം യൂസ് ചെയ്ത് തന്നെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പർപ്പിളാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെറിയ നോസിൽ ഞാനിതിൽ സെയിം നോസിൽസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഇതുപോലെ താഴ്ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു ഫ്ലവർ വരുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് കൊടുത്ത് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ബേസിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ടോപ്പിൽ ആ ഒരു വൈറ്റ് നമ്മൾ നേരത്തെ ചെയ്തെടുത്തുള്ള ഡിസൈനിലേക്ക് ഇതുപോലെ ഇടവിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡിലേക്കും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. കേക്കിൻ്റെ ആ ഒരു എഡ്ജിലേക്കും കൂടി കൊടുത്ത് ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ലീഫും കൂടെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ഗ്രീനിലേക്ക് ഏത് ഗ്രീനാണോ നിങ്ങൾ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് റെഡും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു പ്രത്യേക ഒരു ഗ്രീൻ കിട്ടും കേട്ടോ. എന്നിട്ട് പൈപ്പ് ബാഗിൻ്റെ ആ ഒരു ടിപ്പ് ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നോസിലൊന്നും വേണമെന്നില്ല. അപ്പം നോസിലുണ്ടെങ്കിൽ നോസിലെടുക്കാം കേട്ടോ. ലീഫ് നോസിലുള്ളവർക്ക് അത് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ചെറിയ ലീഫും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്